ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഹിമാലയൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹിമാലയൻ്റെ നമ്മൾ ചെയ്തിരുന്നു. കോൾഡ് സ്റ്റാർട്ടിംഗ് ആയിരുന്നു. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എൻജിനകത്ത് നിന്ന് ഭയങ്കര കലപില സൗണ്ടുകളായിരുന്നു. എൻജിൻ പണിയായിട്ടാണ് നമ്മുടെ അടുത്ത് വന്നിരുന്നത് വെച്ചത്. അപ്പോൾ നമ്മളെന്തായാലും ഹെഡ് കവറൊക്കെ അഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാമെന്നാണ് അവരോട് പറഞ്ഞു വെച്ചത്. എന്തായാലും ഞാൻ ഹെഡ് കവറൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്യാം ഷാഫ്റ്റ്, റോക്ക് റാം ഇതാണ് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹെഡ് കവർ അഴിച്ചിട്ടുള്ള ഭാഗം. ഇതാണ് ഇപ്പോൾ ഈ കാണുന്ന സാധനമാണ് നമുക്ക് ഈ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതുണ്ട്, ഇവിടെ കൊണ്ടൊരു പാട് കണ്ട, ഈ ഒരു ഏരിയയാണ് ഇതിൻ്റെ അകത്ത് കംപ്ലൈൻ്റ് ആയിരിക്കണം. ഈ ഒരു കുഴിത്തുരുമ്പ് പോലെ വന്നിരിക്കുന്നതാണ് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഒരു പ്രശ്നം. ഇത് ഓയിലില്ലാതെ ഓടിയതോ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അല്ല, മെറ്റീരിയലിൻ്റെ പ്രോബ്ലം കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം തുരുമ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് ഓയിലൊക്കെ മാറിപ്പോകുന്ന വണ്ടിയാണിത്. എന്നാലും മെറ്റീരിയലിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വന്നതുകൊണ്ടാണ് അതിൻ്റെ റോക്ക് റാം അടിച്ചു പോയത്. എന്തായാലും നമുക്ക് ഇതും മാറേണ്ടി വരും, ഈ രണ്ട് റോക്ക് റാമും നമുക്ക് മാറേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ വരുന്നത്. ടൈമിംഗ് ചെയിൻ നല്ലതാണോ എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ ഈ ടെൻഷനർ അഴിക്കുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും. ഇതാണ് ടൈമിംഗ് ചെയിൻ്റെ ടെൻഷനർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ സാധനം ലൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് അറിയാൻ പറ്റും. ഇതുണ്ട്, ഇത് ഇത്രയും ഇനിയും പോകാനുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ട്, ഒരു വൺ വേ അഡ്ജസ്റ്റ്മെൻറ്റാണിത്. ഇതിപ്പോൾ അങ്ങോട്ട് പ്രസ്സാവും. അത് കഴിഞ്ഞാൽ ഇത് കണ്ട, ഇവിടെ നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പ്രസ്സായി പോകും. കൈ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇത് പതിയെ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകത്തില്ല. ഇതാണ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റർ എന്ന് പറയുന്നത്, ചെയിൻ ടെൻഷനറാണ്. അപ്പോൾ ഈ ചെയിൻ നമുക്ക് ലൂസാകുന്നതനുസരിച്ച് ഇവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് തീരുമ്പോഴേക്കും ഈ സാധനം വന്ന് നമ്മുടെ ഈ സിലിണ്ടറിൽ ഇങ്ങനെ ടച്ചാവും. ആ ടച്ചായി കഴിഞ്ഞാൽ പിന്നെ ലൂസാവണതാണ് നമുക്ക് കലകല എന്നുള്ള സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ പോയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, ടെൻഷനറും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ക്യാം ഷാഫ്റ്റും റോക്ക് റാമും കൂടി മാറിയാൽ മതി. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്പ് കണ്ട, ഇത് നമ്മൾ ഈ റോക്ക് റാമിൻ്റെ ഈ കവർ അഴിച്ചതിന് ശേഷം മാത്രമേ ഇത് ഊരാവൂ, ഈ ബോൾട്ട് അഴിച്ചിട്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇത് കണ്ട, ആരാണ്ട് ഇത് അഴിച്ചിട്ട് പശയിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ക്യാപ്പും കൂടി മാറേണ്ടി വരും. ഇത് നമ്മളിത് എല്ലാവരും ഇത് അഴിച്ച് കഴിയുമ്പോൾ ഇത് ഊരേണ്ടി വരുമെന്ന് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ചിലപ്പോൾ തിക്കും, അങ്ങനെ എങ്ങാണ്ട് പൊട്ടിയിരിക്കണമാണിത്. എന്തായാലും ഇത് കണ്ട, ഇത് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് മാറേണ്ടി വരും. പശയിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് വലിയ. ഇനി ഇവിടെ ഒരു ഓറിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്കിത് മാറാം, ക്യാം ഷാഫ്റ്റും റോക്ക് റാമും കൂടി മാറാം. നമുക്ക് ഈ ചെയിൻ ഇതേപോലെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് നമുക്കിത് ഊരിയെടുക്കാം കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കണ്ട, ഈ ക്യാം ഷാഫ്റ്റിന് വേറൊരു വിഷയവും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. ഇതിനകത്തുള്ള ആകെയുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. അവിടെ ഒരു കുഴിത്തുരുമ്പ് പോലെ വന്ന് പെട്ടുപോയി. എന്തായാലും ഇത് മാറാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളിത് പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. 1900 സംതിങ് രൂപയാണ് ക്യാം ഷാഫ്റ്റിന് വരുന്നത്. റോക്ക് റാം ഒരെണ്ണം 500 സംതിങ് വരും. അപ്പോൾ നമുക്കെന്തായാലും റോക്ക് റാമും ഇതും കൂടി മാറാം. ഇപ്പോൾ റോക്ക് റാം പോയിരിക്കണത് കാണിച്ചു തരാം. ഇതിനകത്ത് 2 റോക്ക് റാമാണ് വന്നത്. ഇപ്പോൾ ഈ റോക്ക് റാമിന് വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ റോക്ക് റാം എന്തായാലും പോയി. ഇതിൻ്റെ ബെയറിങ് ഇത് അടിച്ചു പോയി. ഇതാണ് അതിൻ്റെ അത്രയും പ്ലേ കണ്ട. പിന്നെ അത് കണ്ട, ഇത് കണ്ട, ഇവിടെ സൈഡ് നമുക്ക് നന്നായിട്ട് ആ ബെയറിങ് പോയിട്ട് സൈഡ് നന്നായിട്ട് ഒരയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് 2 എണ്ണം മാറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ബോൾട്ട് നമ്മൾ അഴിച്ച് നമുക്കിത് മാറാവുന്നതാണ്. എന്തായാലും ഇത് രണ്ടും ഞാൻ മാറിയിട്ട് കാണിക്കാം. നമ്മുടെ ക്യാം ഷാഫ്റ്റ് നമുക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് ടൈമിങ് വെക്കുക. ഇത് ഈ 2 വര കണ്ട, ഇതിൻ്റെ നേരെ വരണം. പിന്നെ ഇവിടെ ഒരു ഹോളുണ്ട്, ഈ ഹോൾ വഴി പിസ്റ്റൻ്റെ ടോപ്പിൻ്റെ ടീ മാർക്ക് ഉണ്ടാവും, അത് നോക്കിയിട്ട് ഇത് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ക്യാം ഷാഫ്റ്റ് നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ നമുക്ക് കവറെടുത്ത് വെക്കാം. കവറിനകത്ത് നമ്മൾ റോക്രാമൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 റോക്രാമ് നമ്മൾ പുതിയത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പേസ്റ്റ് ഇടണം. ഇവിടെ വേറെ പാക്കിങ്ങോ ഗ്യാസ്കറ്റൊന്നും വരുന്നില്ല ഇവിടെ. അപ്പോൾ നമ്മൾ പേസ്റ്റ് ഇടുക. പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് സീറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കവറയിൽ നമ്മൾ പേസ്റ്റെല്ലാം തൂത്തിട്ടുണ്ട്. ഇവിടെ വേറെ പാക്കിംഗ് ഒന്നും വരികയില്ല. അപ്പോൾ നമ്മൾ പേസ്റ്റെല്ലാം കറക്റ്റായിട്ട് തൂത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ സർക്കുലേഷനുള്ള ഭാഗമുണ്ട്. അവിടെയൊക്കെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് തേക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം. കറക്റ്റ് സീറ്റിംഗ് ആണ് കേട്ടോ. 2 സ്റ്റഡി പിന്നുണ്ട്. അത് പോകാതെ നമ്മൾ നോക്കണം. ആ കവറില്ല, സ്റ്റഡി പിന്നിലാണ് ഇത് ഉറച്ചിരിക്കുന്നത്. സ്റ്റഡി പിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ബോൾട്ട് ഇട്ട് നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇവിടുന്ന് ഓയിൽ ലീക്ക് മാറില്ല. അത് കാരണം സ്റ്റഡി പിന്ന് പോകാതെ നമ്മളെപ്പോഴും നോക്കിയേക്കുക. അതുപോലെ പേസ്റ്റ് നമ്മൾ തേക്കുമ്പോൾ ഓയിൽ സർക്കുലേഷൻ്റെ ഭാഗത്ത് അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളിനി ഈ ക്യാപ്പ് നമ്മൾ വെക്കണം. അപ്പോൾ ഇത് അഴിക്കാനാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിക്കി ഊരരുത്. കഴിയാവുന്നതും ഈ കവർ അഴിച്ചതിന് ശേഷം മാത്രമേ ഇത് അഴിക്കാവുള്ളൂ. ഫിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് വിഷയമില്ല. നമ്മൾ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതി. കുഴപ്പമൊന്നുമില്ല. എന്നാന്ന് വെച്ചാൽ ഈ പശയൊക്കെ പേസ്റ്റ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഫീറ്റിങ് ചെയ്ത് ഒട്ടിയായിട്ടിരിക്കും. നമ്മൾ എന്തായാലും ഇവിടെ ഇട്ട് നമ്മൾ തിക്കുമ്പോഴേക്കും ഇത് പൊട്ടിപ്പോവുള്ളൂ. ഇത് ഇവിടെ ഈ റൗണ്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗം പൊട്ടിപ്പോകും. നേരത്തെ അങ്ങനെയാണ് സംഭവിച്ചത്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് ബോൾട്ടെല്ലാം ഇടട്ടെ കേട്ടോ. വർക്കുകളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നേരത്തെ ആ കലവില സൗണ്ടൊക്കെ ഇനി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. എന്തായാലും ക്യാം ഷാഫ്റ്റ്, റോക്രാം ഇതെല്ലാം നമ്മൾ നല്ല ഒറിജിനൽ സാധനങ്ങൾ തന്നെ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ വലിയ കുഴപ്പമില്ലാഞ്ഞാലും നമ്മളത് മാറിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്നാലും വണ്ടി നല്ല സൈലൻ്റ് ആണ് കേട്ടോ. നല്ല സൈലൻ്റ് ആണ് വണ്ടി. വേറെ യാതൊരുവിധ അലപ്പ് സൗണ്ടുകളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളൊന്ന് വണ്ടി സർവീസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് മുമ്പിലത്തെ വീഡിയോ ഞാൻ എന്തായാലും താഴ്ത്തി ഞാൻ ലിങ്ക് ചെയ്യാൻ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തേക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.